സ്പെഷ്യൽ മേക്കപ്പ് ലുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു വലിയൊരു ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് വീട്ടിലിരിക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പേ എൻ്റെ ഒരു കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് എന്തായാലും മേക്കപ്പ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഒരു ടോണറാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ഗ്രേപ്പ് സീഡ് ടോണറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മേക്കപ്പ് നമ്മുടെ സ്കിന്നിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഇതേപോലത്തെ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. ഒരു ടോണറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനും നന്നായിട്ട് നല്ലൊരു ബെറ്റർ ആയിരിക്കും. അതിനുശേഷം ടോണർ നമ്മൾ സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർബായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫിംഗർ ടിപ്സ് വെച്ചിട്ട് നമ്മുടെ ഫേസിലൊന്ന് റൺ ചെയ്യിക്കുന്നുണ്ട്. സോ നമ്മുടെ ടോണർ നന്നായിട്ടൊന്ന് അബ്സോർബായി കിട്ടും. ദെൻ ഞാനിവിടെ ഈ ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ നമ്മളൊരു ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിരിക്കും. നമ്മുടെ സ്കിന്നിന് അത് നല്ലൊരു പ്രൊട്ടക്ഷൻ ലെയറായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ബയോട്ടിക്കിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഇവിടെ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ അത് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫേസിലും നമ്മുടെ നെക്ക് ഏരിയയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഫേസിലും നെക്കിലൊക്കെ മേക്കപ്പ് ഇടുന്നതുകൊണ്ട് ഫേസിൽ മാത്രം മോയ്സ്ചറൈസർ ഇട്ടിട്ട് കാര്യമില്ല, നമ്മൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്രഷ്നെസ്സും കിട്ടും, നമുക്ക് നല്ലൊരു ഗ്ലോയും കിട്ടും. ദെൻ ജസ്റ്റ് ഒന്ന് ഐ ഏരിയയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ദെൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ നമ്മുടെ മോയ്സ്ചറൈസർ. പിന്നെ ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് പ്രൈമറാണ്. അപ്പോൾ നമ്മളൊരു മേക്കപ്പിൻ്റെ ബേസിൽ അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ അണ്ടറിൽ നമ്മളൊരു പ്രൈമർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊന്ന് നന്നായിട്ടൊന്ന് സ്മൂത്തൻ ആയിട്ടിരിക്കും. അതേപോലെ തന്നെ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, അതിന് പോളിഷ് എന്നൊക്കെ ചെയ്യില്ലേ, അതെ ആ ഒരു ലുക്കായിരിക്കും നമുക്ക് കിട്ടുക നമ്മൾ മേക്കപ്പ് ഇടുന്നതിന് മുൻപേ നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. എന്നിട്ട് ഫേസിലൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ചെറിയ പോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ 2 ഫൗണ്ടേഷൻ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എടുത്തേക്കുന്നത് ബ്ലൂ ഹെവൻ്റെ ഓയിൽ ഫ്രീ മേക്കപ്പ് ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ആപ്ലിക്കേറ്റർ കണ്ടില്ലേ, നമുക്ക് നമ്മുടെ ഫേസിൽ ഫൗണ്ടേഷൻ ഡോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സുഖമായിട്ടുള്ള ഒരു ആപ്ലിക്കേറ്ററാണ് കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ്റെ. അപ്പോൾ അതെനിക്കൊരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നി. ദെൻ ഇതൊരു ഓയിൽ ഫ്രീ മേക്കപ്പ് ഫൗണ്ടേഷനാണ്. ഈ ഒരു ഷെയ്ഡ് ക്രീം ബേജാണ്. അപ്പോൾ ഇതിൻ്റെ ബോട്ടിലും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്സ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല, കുറച്ചൊന്ന് വീറ്റിഷ് ആയിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവർക്ക് സ്യൂട്ടബിളാണ്. പിന്നെ ഈ ഒരു ഫൗണ്ടേഷനിൽ സൺസ്ക്രീൻ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ലാക്മേൻ്റെ ലിക്വിഡ് ഫൗണ്ടേഷനാണ് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ മാത്രമായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ എനിക്കെന്തോ എൻ്റെ സ്കിൻ ടോണിൽ അതെനിക്കത് സ്യൂട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ സ്കിന്ന് കുറച്ചൊന്ന് ഡള്ളാവുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലാക്മേൻ്റെ ലിക്വിഡ് ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു 2 ഷെയ്ഡും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന്. ബിക്കോസ് ലാക്മേൻ്റെത് ഒറ്റയ്ക്ക് അത് മാത്രമായിട്ട് തേച്ചപ്പോഴും എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഷെയ്ഡൊന്ന് എടുത്ത് നിൽക്കുന്നത് പോലെ തോന്നിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഷെയ്ഡിലൊരു ഡിഫറൻസ് വരുമല്ലോ, അങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ 2 ഫൗണ്ടേഷനും ഡോട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു 2 ഫൗണ്ടേഷനും നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡായി കിട്ടും, അതും ഒരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിന് തന്നെ ഒരു നാച്ചുറൽ ഒരു ഗ്ലോ കിട്ടുന്നുണ്ട്, അത് ഈ ഒരു ഫൗണ്ടേഷൻ്റെ ഇതുകൊണ്ടാണ്. അപ്പോൾ ഈ ബ്ലൂ ഹെവൻ പ്രത്യേകിച്ച് ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ കുറച്ചൊന്ന് കേക്കി ആവുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒക്കേഷണലി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ.
അതുമാത്രമല്ല ചെറിയൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. നമുക്ക് 30 ml ആണ് പ്രോഡക്റ്റ്, ഈ ഒരു പ്രോഡക്റ്റ്. സോ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അതേപോലെ തന്നെ ഈ അഫോർഡബിൾ പ്രൈസിനും നമുക്കിത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഞാൻ കൺസീൽ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലൂ ഹെവൻ്റെ തന്നെയാണ്. അപ്പം എൻ്റെ കയ്യിലുള്ള മിക്ക പ്രോഡക്ട്സും ബ്ലൂ ഹെവൻ്റെതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇത് സ്റ്റിക്ക് ഫോമിലാണ്, ക്രീമി ആയിട്ടുള്ളൊരു കൺസീലറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഡാർക്ക് സർക്കിൾസിൻ്റെ ഇതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കണ്ണിൻ്റെ താഴെയും പിന്നെ കണ്ണിൻ്റെ മുകളിലായിട്ടും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസീലർ നമുക്ക് വേണമെങ്കിൽ ഒരു മേക്കപ്പിൻ്റെ ബേസായിട്ടും യൂസ് ചെയ്യാം. അതായത് മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ മേക്കപ്പിൻ്റെ ഒരു ബേസായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ദെൻ ഞാനിവിടെ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ചേച്ചിയുടെ മോനുണ്ട് ഇവിടെ, അതുകൊണ്ട് ഞാൻ 3 വയസ്സേ ഉള്ളൂ ആൾക്ക്. അപ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് ഓരോ കോപ്രായങ്ങൾ കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതേപോലത്തെ ഒരു ബ്ലാക്ക് പോലത്തെ ഇരിക്കുന്ന ഒരു ഷെയ്ഡ് എടുത്തിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഐബ്രോസൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ചെറിയ ആംഗുലാർ ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അങ്ങനത്തെ ബ്രഷ് വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു വൃത്തിക്കിരിക്കും നമ്മുടെ ഐബ്രോസ്. അപ്പോൾ ഞാനിതിപ്പോൾ ത്രെഡ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഷേപ്പിൽ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മുടെ ഐബ്രോസ് തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതും കൂടെ ചെയ്യുന്നതുകൊണ്ട് തിക്കായിട്ടിരിക്കുന്നുണ്ട് ഐബ്രോസ് ഇപ്പോൾ. അപ്പോൾ നമ്മളതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഐബ്രോസ് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രീം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ, വീട്ടിൽ തന്നെ. അപ്പോൾ നിങ്ങൾ അതെന്തായാലും മിസ് ചെയ്യാതെ കാണണം. ഇപ്പോൾ എന്തായാലും ഞാൻ ഐബ്രോസ് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് കോമ്പാക്റ്റ് പൗഡർ ഇടാമെന്ന് വിചാരിച്ചു ഞാൻ. സോ ഈ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അതിന് ശേഷം, അതായത് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു ബ്രഷ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് ചീകിയിട്ടൊന്ന് ഷേപ്പ് വരുത്താം. അങ്ങനത്തെ ബ്രഷ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഷേപ്പിൽ ഒന്നാക്കി കൊടുത്താലും മതി. ഞാൻ ഈ ബ്രഷ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചീവിയിട്ടൊന്ന് ഷേപ്പ് വരുത്തുന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഷേപ്പിലൊന്ന് ഇരിക്കും. ദെൻ ഞാൻ കോമ്പാക്റ്റ് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പാക്റ്റ് പൗഡറും കൂടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഐ മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് എക്സസീവ് ആയിട്ടുള്ളത് തട്ടിക്കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ ആ ഒരു ഫൗണ്ടേഷൻ്റെ ആ ഒരു ഇതൊന്നും നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ദെൻ നമ്മൾ ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓറഞ്ചിഷ് പിങ്ക് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഞാൻ കുറച്ചെടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ നടുക്കില്ലേ, ഈ ഒരു പോർഷനിലാണ് ഞാനിതൊന്ന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഐ ഷെയ്ഡോ അല്ലെങ്കിൽ ഐ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഷെയ്ഡാണ് ഞാൻ നമ്മുടെ കണ്ണിൻ്റെ മിഡിൽ പോർഷനിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് ഷിമ്മറി ഷെയ്ഡാണ്, കുറച്ചൊരു ഓറഞ്ചിഷ് പോലെ ഇരിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. വെൽവെറ്റി ആയിട്ടുള്ള ഒരു ഐ ഷെയ്ഡാണിത്. സോ അത് 2 കണ്ണിൻ്റെ മുകളിൽ ഞാനൊന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു അട്രാക്ഷൻ ഉണ്ടാവും നമ്മുടെ കണ്ണിന്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ സാരിക്ക് ബ്ലൗസിന് മാച്ച് ചെയ്തിട്ട് ഉള്ള ഒരു ഇതാണ് ഞാൻ ചെയ്യുന്നത്. ദെൻ ഞാനൊരു ബ്ലാക്ക് ഷെയ്ഡ്, കുറച്ചൊരു ഡാർക്ക് പോലെ ഇരിക്കുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. അതും കുറച്ചൊരു ഷിമ്മറി വെൽവെറ്റി ഷെയ്ഡാണ്. അത് എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ഇന്നർ കോർണറിലും പിന്നെ നമ്മുടെ
ഔട്ടർ കോർണർ മീൻസ് മനസ്സിലായില്ലേ, നമ്മുടെ കണ്ണിൻ്റെ ഈ ഒരു എൻഡിങ് പോർഷനിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അധികം ഡാർക്കാക്കുന്നില്ല, കുറച്ചൊന്ന് ലൈറ്റ് എന്നാലും ഒരിത്തിരി ഒന്ന് ഡാർക്ക് പോലെ ആക്കിയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ നടുക്ക് ഓറഞ്ച് പോലെ ഇരിക്കുന്ന ആ ഒരു പിങ്ക് ഷെയ്ഡും പിന്നെ നമ്മുടെ നമ്മുടെ രണ്ടറ്റത്തും ബ്ലാക്ക് ഷെയ്ഡും അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ 2 കണ്ണിലും ഐ ഷാഡോ അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു. പിന്നെ ഞാൻ കണ്ണിൽ ജസ്റ്റ് ഒന്ന് കാജലും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ നമ്മുടെ ലിപ്സ്റ്റിക്കും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വന്നിട്ട് ലാക്മേൻ്റെ ഒരു ന്യൂഡ് ഷെയ്ഡായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒത്തിരി ഡാർക്കല്ല, കുറച്ചൊരു നല്ലൊരു ഷെയ്ഡാണിത്. ആ ഷെയ്ഡും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ലാസ്റ്റ് നമ്മുടെ മേക്കപ്പ് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ എൻ്റെ കയ്യിൽ ഈ ഒരു നിവ്യേൻ്റെ ഒരു ലിപ് ബാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ചീക്സിൻ്റെ ഏരിയയിലൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ നമുക്കൊരു ബ്ലഷ് പോലെ ഇരിക്കും, പിന്നെ ഒരു ഹൈലൈറ്റർ പോലെ ഇരിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കും. പിന്നെ അതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ബ്ലഷ് പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് നോസിൻ്റെ ഏരിയയിലൊന്ന് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയ ഒക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഹൈലൈറ്റർ ഇല്ലെങ്കിൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഞാൻ സാരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ ബോർഡറിൽ പൈപ്പിംഗ് വെച്ചിരിക്കുന്നത് അതൊരു ഓറഞ്ചിഷ് പിങ്ക് ഷെയ്ഡിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഐ മേക്കപ്പ് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ ക്ലോത്തിൻ്റെ മുല്ലപ്പൂവാണിത്, അതും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഹെയർ ഒന്ന് പാർട്ടീഷൻ ചെയ്തിട്ട് സൈഡിലൊന്ന് ക്ലിപ്പ് ചെയ്തതേ ഉള്ളൂ.